ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ രമേശ് ചെന്നിത്തല പറഞ്ഞ വ്യവസായി നൽകിയത് ദാവൂദ് മണി എന്ന വിഗ്രഹ കടത്തുകാരനെ കുറിച്ചുള്ള നിർണായകമായ സൂചനകളാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇയാളുമായി ബന്ധമുണ്ടെന്നാണ് വ്യവസായി നൽകിയിരിക്കുന്ന മൊഴി. തിരുവനന്തപുരത്ത് വെച്ച് പോറ്റിയുമായി ഡി മണിയും സംഘവും പഞ്ചലോഹ വിഗ്രഹങ്ങളുടെ ഇടപാട് നടത്തിയതായി മൊഴിയിൽ പറയുന്നുണ്ട്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അനന്തൻ, നിർണായകമായ മൊഴിയാണ്. ആരാണ് ഈ ഡി മണി? SITക്ക് ഡി മണിയെ കുറിച്ച് ഇതുവരെ ലഭ്യമായ വിവരങ്ങൾ എന്താണ്? ഇത് കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങിയോ? ഇത് നിർണായക മൊഴിയെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ അന്വേഷണവുമായി ഇതുവരെ അന്വേഷണ വഴിയിൽ വരാത്തൊരു പേരാണ്. മാത്രമല്ല SITയുടെ അന്വേഷണ പരിധിയിലേക്ക് ഈ കാര്യങ്ങൾ വന്നിട്ടുമില്ല. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് മുൻപിൽ വന്ന ഒരു വിവരം, അത് രമേശ് ചെന്നിത്തല അങ്ങോട്ട് പോയി SITയെ അറിയിച്ച കാര്യമാണ്. മാത്രമല്ല രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരം കൈമാറിയ ഒരു വ്യവസായി, അയാളുടെ പേര് വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. ആ വ്യവസായി പിന്നീട് SITക്ക് മുൻപാകെ പോയി മൊഴി നൽകുകയും ചെയ്തു. അപ്പോൾ ആ വ്യവസായിയും രമേശ് ചെന്നിത്തലയും നൽകിയ മൊഴി എന്ന് പറയുന്നത് ഒരു ഡി മണി, ദാവൂദ് മണി എന്നൊക്കെ പറയുന്നത്, അത് ആരാണെന്നൊന്നും ഇതുവരെയും വ്യക്തമല്ല. അങ്ങനെ ഒരാളുണ്ടോ എന്നുള്ള കാര്യത്തിലും ഇതുവരെയും വ്യക്തതയില്ല. അതും അന്വേഷണമൊക്കെ നടത്തുമായിരിക്കും. പക്ഷേ ഡി മണി എന്ന ദാവൂദ് മണി അയാളൊരു വിഗ്രഹ കടത്തുകാരനാണ്, അല്ലെങ്കിൽ വിഗ്രഹ ഇടപാടുകൾ കച്ചവടം നടത്തുന്ന ആളാണ് എന്നാണ് ഇവർ നൽകിയിരിക്കുന്ന വിവരം. ആ വിവരത്തെ സംബന്ധിച്ച് അവർ പറഞ്ഞത്, അതായത് വ്യവസായി പറഞ്ഞത്, മൊഴി നൽകിയിരിക്കുന്നു എന്ന് പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഡി മണിയുമായിട്ട് വിഗ്രഹ ഇടപാടുകൾ നടത്തിയിരുന്നു. താൻ അതിന് സാക്ഷിയാണ്. തിരുവനന്തപുരത്ത് വെച്ച് അങ്ങനെ ചില വിഗ്രഹങ്ങൾ കൈമാറുന്നതും അതിന് പണം കൈമാറുന്നതും താൻ കണ്ടിട്ടുണ്ട് എന്നൊക്കെയുള്ള മൊഴിയാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ശബരിമലയിൽ നിന്ന് ഇതുവരെയും വിഗ്രഹം കടത്തിയതായിട്ടൊരു വിവരവും SITക്കില്ല. നമുക്കും അങ്ങനെ ഇതുവരെ ഒരു വിവരവുമില്ല. അതുകൊണ്ട് തന്നെ ഈ വിഗ്രഹ കടത്തുകാരുമായി പോറ്റിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ ആ വിഗ്രഹ കടത്തുകാരുടെ പക്കലേക്ക് പോയിട്ടുണ്ടാകാമോ എന്നുള്ള സംശയത്തിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് വിവരം നൽകിയ ആ വ്യവസായിയും ഒക്കെ വന്ന് മൊഴി നൽകിയിരിക്കുന്നത്. അറിഞ്ഞൊരു വിവരം അന്വേഷണ സംഘത്തിന് കൈമാറുകയാണ് ചെന്നിത്തല ചെയ്തത്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ ഡി മണി എന്നൊരു പേര് പറയുന്നു, അതിന് താൻ സാക്ഷിയാണെന്ന് പറയുന്നു. പേര് വിവരങ്ങൾ പുറത്തു വന്നില്ലെങ്കിലും അങ്ങനെ ഒരാളുണ്ടല്ലോ. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ ഡി മണി ആരാണ്, എവിടെ കണ്ടുകിട്ടും, അയാളുടെ പേര് വിവരങ്ങൾ, അയാളുടെ പ്രൊഫൈൽ, ആ വിവരങ്ങൾ SITക്ക് കൈമാറിയിട്ടുണ്ടോ ഈ പറയുന്ന വ്യവസായി? അത്തരം വിവരങ്ങൾ, ഈ അയാൾ പറയുന്ന കാര്യങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ ഒന്നും കൈമാറിയതായിട്ട് നമുക്ക് വിവരമില്ല. പക്ഷേ ഈ ഡി മണി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഉള്ള വിശദാംശങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നാണ് അറിയുന്നത്. SIT അതും, കാരണം SITക്ക് നിരവധി വിവരങ്ങൾ പല വഴിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം SIT അന്വേഷിക്കുന്നുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട് ചെന്നിത്തലയും ഈ വ്യവസായം നൽകിയിരിക്കുന്ന വിവരങ്ങളും SIT അന്വേഷിക്കുകയും ചെയ്യും. പക്ഷേ SITയുടെ നിലവിലുള്ള അന്വേഷണം പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്നെ പങ്കജ് ഭണ്ഡാരി, ഒപ്പം ഗോവർദ്ധൻ, ഈ 3 പേരും അറിയാതെ ശബരിമലയിലെ സ്വർണം, അവർക്ക് 3 പേർക്കും മാത്രമാണ് ഈ ശബരിമലയിലെ സ്വർണം പിന്നീട് എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരമുള്ളത് എന്നുള്ളതാണ്. ഇന്നലെ വരെയുള്ള അന്വേഷണത്തിൻ്റെ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ഇപ്പോൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അന്വേഷണ സംഘം എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ശബരിമലയിൽ നിന്ന് 2019 കടത്തിക്കൊണ്ടുപോയ ദ്വാരപാലക പാളികളും അതിനൊപ്പം തന്നെ ഈ വാതിൽ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളിയും ഒക്കെ എന്ത് ചെയ്തു എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു കൃത്യത SITക്ക് വന്നിട്ടില്ല. കാരണം ഈ അന്വേഷണവുമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനും കൃത്യമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് SIT ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അനന്തൻ, അങ്ങനെയാണെങ്കിൽ അതിന് ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. അത് എപ്പോഴത്തേക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി എന്ന് പറയുന്നത് ശബരിമലയിൽ ഇപ്പോഴുള്ള സ്വർണ്ണ ഉരുപ്പടികൾ സംബന്ധിച്ചുള്ള ശാസ്ത്രീയമായ പരിശോധനയാണ്. വൃശ്ചികം 1-ാം തീയതിയാണ് SIT ശബരിമലയിൽ നിന്ന് കോടതിയുടെ നിർദ്ദേശപ്രകാരം ഈ 2019 തിരികെ കൊണ്ടുവച്ച 2025 വീണ്ടും സ്വർണം പൂശിക്കൊണ്ടുവച്ചിരിക്കുന്ന ദ്വാരപാലക കവചങ്ങൾ, അതുപോലെ തന്നെ വാതിൽപ്പാളിയിലെ അംശങ്ങൾ, അതുപോലെ നേരത്തെ 98 സ്വർണം പൊതിഞ്ഞ് അവിടെ വെച്ചിരുന്ന മേൽക്കൂരയിലെ സ്വർണ്ണങ്ങൾ, ഇതിൻ്റെ എല്ലാം സാമ്പിൾ എടുത്തുകൊണ്ട് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലാണ് അവർ ഈ പരിശോധനയ്ക്കായി നൽകിയിരിക്കുന്നത്. വിശദമായ പരിശോധനയാണ്. അവരുടെ മെറ്റലർജി വിഭാഗമാണ് ഈ പരിശോധന നടത്തുന്നത്. 1 മാസമായി ഈ സാമ്പിളുകൾ കൊടുത്തിട്ട്, പക്ഷേ ഇതുവരെയും ആ പരിശോധന പൂർത്തിയായിട്ടില്ല. ആ പരിശോധന ലഭിച്ചാൽ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഒരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടക്കാനാകും എന്നാണ് SITയുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത്. കാരണം ഈ 2019 തിരികെ കൊണ്ടുവന്നത് യഥാർത്ഥ പാളിയാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. അതല്ലെങ്കിൽ ഉറപ്പായിട്ടും ആ പാളി അപ്പാടെ കടത്തി എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്ക് എത്താൻ കഴിയും. ഇപ്പോൾ SITക്ക് മുൻപിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത്, ഈ പങ്കജ് ഭണ്ഡാരിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ചേർന്ന് ഒരു പ്ലോട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ പ്ലോട്ടാണ് ഇപ്പോൾ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്നാണ് SIT വിശ്വസിക്കുന്നത്. കാരണം ഈ നമ്മൾ ഗോവർദ്ധന്റെ ബെല്ലാരിയിലെ ജ്വല്ലറിയിൽ നിന്ന് SIT സ്വർണം പിടിച്ചു എന്നാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പ്രേക്ഷകർക്ക് വ്യക്തമാകാൻ വേണ്ടി പറയുകയാണ്,
അങ്ങനെ സ്വർണം SIT അന്വേഷിച്ചു പോയി കണ്ടെത്തിയതല്ല. അത് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധൻ ഒരു ഘട്ടത്തിൽ അന്വേഷണ സംഘത്തോട് ഇങ്ങോട്ട് അറിയിച്ചതാണ്, സ്വർണ്ണം ഉരുക്കി അവർ എൻ്റെ പക്കലാണ് തന്നിരിക്കുന്നത്, ആ സ്വർണം എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ സ്വാഭാവികമായി അങ്ങനെ ഒരു വിവരം കിട്ടിയപ്പോൾ അവരവിടെ പോയി അവർ കൊടുത്ത സ്വർണം, ആ 470 ഗ്രാം സ്വർണം അതേപോലെ കസ്റ്റഡിയിലെടുത്ത് കോടതി ഏൽപ്പിച്ചിട്ടുണ്ട്. അത് ശബരിമലയിലെ സ്വർണ്ണമാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. പക്ഷേ സ്വർണം ഇവർ അങ്ങനെയെങ്കിൽ യഥാർത്ഥ പാളികൾ എന്ത് ചെയ്തു? ആ ചോദ്യത്തിനാണ് ഇനി ഉത്തരം കിട്ടേണ്ടത്. അതായത് ശബരിമലയിലെ സ്വർണം കവർന്നത് ആരാണ് എന്നുള്ളത് SITക്ക് അറിയാം. ഇപ്പോൾ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഭണ്ഡാരിയും ഗോവർദ്ധനും ചേർന്നുള്ള സംഘമാണ്. അത് ആരു വഴിയാണ്? A. പത്മകുമാർ അടങ്ങുന്ന ദേവസ്വം ബോർഡും ഒപ്പം തന്നെ അവിടുത്തെ ഉദ്യോഗസ്ഥരും ചേർന്നാണത് എടുത്തു കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനുശേഷം വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കാൻ വേണ്ടി ഈ സ്വർണ്ണപ്പാളികൾ എന്ത് ചെയ്തു എന്ന ഉത്തരമാണ് ഇനി കിട്ടേണ്ടത്. അത് സംബന്ധിച്ചുള്ള തെളിവുകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ SIT മുന്നോട്ട് പോകുന്നത്. അത് സംബന്ധിച്ചിപ്പോഴും ഒരു ഇരുട്ടാണുള്ളത്. അതിലേക്കാണ് രമേശ് ചെന്നിത്തലയെ പോലുള്ളവർ പുതിയ വിവരങ്ങൾ, ചില വിവരങ്ങൾ കൈമാറുന്നത്. പക്ഷേ ഇതുവരെയും അന്വേഷണത്തിന്റെ വഴിയിലൊന്നും വരാത്ത ചില പേരുകളാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത്. ആ കാര്യങ്ങളും SIT അന്വേഷിക്കും എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ അതാണ് എന്നുള്ള ഉറപ്പൊന്നുമില്ല. അങ്ങനെ പോയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച് ഇതുവരെ തെളിവൊന്നും ലഭിച്ചിട്ടില്ല. അത് ചില വിവരങ്ങൾ ഒരു വഴിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത് ഭണ്ഡാരിയും പോറ്റിയും ഗോവർദ്ധനുമാണ്. പക്ഷെ അവർ കമാന്നൊരു അക്ഷരം മിണ്ടുന്നില്ല എന്നാണ് SIT പറയുന്നത്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ പ്രാവശ്യം അനന്തരം നമുക്ക് ഓർമ്മയുണ്ട്, ഈ December 5 എന്ന തീയതിയൊക്കെ പറഞ്ഞ് അതിനുശേഷം അന്വേഷണം സ്തംഭിച്ച അവസ്ഥയിലാണ് എന്നുള്ള രീതിയിൽ വിമർശനമൊക്കെ വന്നിരുന്നു. എന്തുകൊണ്ടാണ് പത്മകുമാർ മാത്രം പ്രതിയാകുന്നതും അതേസമയം ആ സമയത്ത് തന്നെ പത്മകുമാർ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് ദേവസ്വം ബോർഡിലെ മറ്റ് 2 അംഗങ്ങൾ എന്തുകൊണ്ട് പ്രതിപട്ടികയിലേക്ക് വരുന്നില്ല എന്നൊക്കെ കോടതി ചോദിച്ചിരുന്നു. അതായത് ഈ SITയെ സംബന്ധിച്ച് ഈ 3 പേരെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം നടക്കുന്നത്. ആ പടിയിൽ നിന്ന് അടുത്ത പോയിന്റിലേക്ക് പോകാൻ കഴിയാതെ ഒരു സ്റ്റക്കായി നിൽക്കുകയാണ് SIT ഇപ്പോൾ. തീർച്ചയായിട്ടും അതൊരു സ്റ്റക്കായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് എന്ന് തന്നെ വിശദീകരിക്കേണ്ടി വരും. കാരണം ഈ പാളികൾ എന്ത് ചെയ്തു അത് സംബന്ധിച്ചൊരു ഉത്തരം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഭണ്ഡാരിയും ഗോവർദ്ധനും നൽകുന്നില്ല. അവർക്കറിയാം അത് എങ്ങോട്ട് പോയി എന്നുള്ളത്. പക്ഷേ അവർ മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രീ പ്ലാൻഡ് ആയിട്ട്, അതായത് SIT ഉദ്യോഗസ്ഥരിൽ അല്ലെങ്കിൽ SIT കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, അവർ പറയുന്നത് ഈ അന്വേഷണം SITയിലേക്ക് എത്തുമ്പോഴേക്കും വലിയൊരു പീരീഡ് ഓഫ് ടൈം ഈ കൊള്ളസംഘത്തിന് കിട്ടിക്കഴിഞ്ഞു. അവർക്ക് അതിന് വേണ്ടുന്ന എല്ലാ തെളിവ് നശിപ്പിക്കാനായാലും അതല്ലെങ്കിൽ പുതിയ കഥകൾ മെനയാനായാലും. അപ്പോൾ അവരൊരു പുതിയ കഥയുമായിട്ടാണ് അന്വേഷണ സംഘത്തിന് മുൻപാകെ എത്തിയത്. അതായത് ഞങ്ങൾ സ്വർണം ഉരുക്കി അതിൽ നിന്ന് വന്ന സ്വർണം ഞങ്ങൾ ഗോവർദ്ധന് വിറ്റു എന്നുള്ള കഥയാണ്. അത് സംബന്ധിച്ചുള്ള തെളിവായിട്ട് കുറച്ച് സ്വർണവും സമർപ്പിച്ചിട്ടുണ്ട്. ആ സ്വർണ്ണം ശബരിമലയിലാണെന്ന് ഇതുവരെ SIT സ്ഥിരീകരിച്ചിട്ടില്ല. അപ്പോൾ മറ്റേ സ്വർണ്ണം എങ്ങോട്ട് പോയി എന്നുള്ളതാണ്. അത് സംബന്ധിച്ച് മറുപടി നൽകേണ്ടത് ഗോവർദ്ധനും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒപ്പം തന്നെ പങ്കജ് ഭണ്ഡാരിയുമാണ്. ഇപ്പോൾ അടുത്ത ദിവസം ഇവർ SIT ഉദ്ദേശിക്കുന്നത് ഈ പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെ ഒരിക്കൽ കൂടി കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ്. ആവശ്യമെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടി കസ്റ്റഡിയിൽ വാങ്ങിച്ച് ഈ 3 പേരെ ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനൊക്കെ ആലോചിക്കുന്നുണ്ട്. അതിനൊപ്പം നേരത്തെ ആര്യ ചോദിച്ചതുപോലെ ഈ A. പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് അന്നത്തെ ബോർഡംഗങ്ങളെ അറസ്റ്റ് ചെയ്യാത്തതെന്നാണ്. അത് സംബന്ധിച്ച് അവർ നൽകുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത്, ഈ ശങ്കരദാസും ഒപ്പം തന്നെ വിജയകുമാറുമാണ് ബോർഡംഗങ്ങൾ. അപ്പോൾ അവരെ 2 തവണ ഇതുവരെ ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ നൽകുന്ന മൊഴികളിൽ അവരുമായിട്ട് പോറ്റിയെ ഡയറക്റ്റ് ലിങ്ക് ചെയ്യാവുന്ന തെളിവുകൾ ഇതുവരെ കിട്ടിയിട്ടില്ല. അവർ ഒരു ഘട്ടത്തിലും പോറ്റിയുമായി ഡയറക്റ്റ് ബന്ധപ്പെട്ടില്ല. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും SITയെ സംബന്ധിച്ച് ഇനി ശാസ്ത്രീയ പരിശോധനാ ഫലം വരണം. അത് കഴിഞ്ഞാൽ മാത്രമേ ഒരുപക്ഷെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാൻ കഴിയുകയുള്ളൂ. കാരണം 3 പേരുകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി, സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO പങ്കജ് ഭണ്ഡാരി, അതോടൊപ്പം തന്നെ ബെല്ലാരിയിലെ റോത്തം ജ്വല്ലറി ഉടമയായ ഗോവർദ്ധൻ. ഈ 3 പേരും അവരുടേതായ ഒരു തിരക്കഥയുണ്ടാക്കി SITയെ കുഴപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്.